ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ലാമിൻ യമാലിനെ കുറിച്ചാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതായത് എൽ ക്ലാസിക്കോ മത്സരത്തിന് മുന്നേ റയലിനെ അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിരുന്നു. ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഈ മത്സരത്തിന് വന്നിരുന്നത്. പക്ഷേ മത്സരത്തിൽ യമാലിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മോശം പ്രകടനമാണ് നടത്തിയത്. ബാഴ്സലോണ പരാജയപ്പെടുകയും ചെയ്തു. ഈ മത്സരത്തിന് ശേഷം ഒട്ടുമിക്ക റയൽ താരങ്ങളും സംസാരിച്ചത് യമാലിനോടാണ്. അതായത് അദ്ദേഹത്തോടുള്ള ഒരു ദേഷ്യം അത് എല്ലാ റയൽ താരങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡാനി കാർവഹലും വിനീഷ്യസ് ജൂനിയറും ഒക്കെ യമാലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇനിയിപ്പോൾ സംസാരിക്കുക എന്നായിരുന്നു. അതേ തുടർന്ന് വലിയ വിവാദങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനിടെ യമാലിന്റെ പിതാവ് പരിഹാസപാത്രമായിട്ടുണ്ട്. അതായത് മത്സരത്തിന് മുന്നേ തൻ്റെ ഇൻസ്റ്റഗ്രാം ലൈവിൽ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് വീട്ടിലെ അടുക്കളയിൽ അദ്ദേഹം പാചകം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇവിടെ പാചകം ചെയ്യുകയാണ്, എൻ്റെ മകൻ അവരെ അവിടെ പാചകം ചെയ്യും എന്നായിരുന്നു യമാലിൻ്റെ പിതാവ് പറഞ്ഞിരുന്നത്. അതായത് റയലിനെ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് തൻ്റെ മകൻ തീർത്ത് കളയും എന്ന ഒരു ടോണിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, യമാൽ മോശം പ്രകടനം നടത്തി. എല്ലാവരും യമാലിനെതിരെ തിരിഞ്ഞു. ഈ സമയത്ത് തൻ്റെ മകനോടൊപ്പം നിന്നുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: അവന് ആകെ 18 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് യമാലിൻ്റെ പിതാവ് എഴുതിയിട്ടുള്ളത്. 18 വയസ്സുള്ള ഒരു താരത്തെ ഇങ്ങനെ ആക്രമിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ഒരു ക്യാപ്ഷനാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഏതായാലും യമാലിൻ്റെ പിതാവിൻ്റെ ഈ ഒരു റിയാക്ഷനും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. പിതാവും മകനും ഒരുപോലെയാണ് എന്നാണ് പലരും ഇപ്പോൾ കമൻ്റ് ആയിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.